എല്ലാവർക്കും ആദം സേറ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുക. ഇന്നാണ് പഴങ്കഞ്ഞിയാണ്. ഒരു പാത്രം പഴങ്കഞ്ഞി, പിന്നെ ഉരുളക്കിഴങ്ങും കോവയ്ക്കും കൂടെ മെഴുക്കോട്ടി വെച്ചത്, 2 മത്തി വറുത്തത്, പിന്നെ 2 പച്ചമുളക്. ആണ്ടേ ഇത് കഴിക്കട്ടെ. അവിടെ പൂച്ചി കൂടെ കൊണ്ടുപോകും. ആ പുറത്ത് വന്നിരുന്ന് കരയുക. രാവിലെ തന്നെ വന്ന് കരച്ചിൽ തുടങ്ങും. കഥക് തുറന്നു കഴിഞ്ഞാൽ അന്നേരം തുടങ്ങും. കൊണ്ട് കൊടുക്കട്ടെ. കഴിക്കട്ടെ. കഴിച്ചിട്ട് കൊണ്ട് കൊടുക്കാൻ പറ്റും. അല്ലേ, ഇത്രയും ഉണ്ട്. ഇത് പൂച്ചയ്ക്ക 5-6 പൂച്ചയുണ്ട് ഇപ്പോൾ. ഇത്രയും വേണം എല്ലാത്തിനും കൂടെ കൊടുക്കാൻ. ഉപ്പ് ഒഴിച്ചില്ല. ഓക്കെ, ഉപ്പൊഴിച്ച് ഇനി കഴിക്കട്ടെ. ഉരുളക്കിഴങ്ങും കോവയ്ക്കയും കൂടെ കുഴച്ചത്, 1/2 കിലോ ഉരുളക്കിഴങ്ങ് മഞ്ച്, 1/4 കിലോ കോവയ്ക്ക്. അത് കുറച്ച് കോവയ്ക്കൊക്കെ പഴുത്തിട്ടുണ്ടായിരുന്നു. ഇച്ചിരി മീനിൻ്റെ വാർത്തകൾ എടുക്കട്ടെ. പിന്നെ ഒരു പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളക്. ഇത് എന്നാ എരിവാ എൻ്റെ ദൈവമേ. പച്ചമുളകിന് ഭയങ്കര എരിവാണ്. ഉണ്ടമുളകല്ല, സാധാരണ മുളക് വാങ്ങിച്ചു. പക്ഷെ എന്നിട്ടും അതിന് ഭയങ്കര എരിവുള്ള മുളകാണ്. ഓരോ പീസ് എടുക്കാം. ഒന്നും കൂടെ വെച്ചാൽ വാകയാവും പോയി. മത്തിയാണെങ്കിൽ നല്ല മത്തിയായിരുന്നു. അത് നല്ല രുചിയാണ് വാർത്തിട്ട്. അതൊരു വലുതായിരുന്നു. ഇത് വലിയ മത്തി ഉണ്ടായിരുന്നു അത്. രണ്ട് മത്തിയുടെ ഇരിപ്പുണ്ട് വാർത്തത്. അത് ഉച്ചക്കത്തേക്ക് എടുക്കും. വൈകുന്നേരത്തെ കണക്ക് ചപ്പാത്തി. ഇന്ന് ചപ്പാത്തി ഉരുളക്കിഴങ്ങും കുഴച്ചു. അതാ ചപ്പാത്തിയുടെ കൂടെ വൈകുന്നേരത്തേക്ക്. ഇത് രാവിലത്തേക്കും 2 അവിടെ 2 മത്തി ഉണ്ട്. അത് കാണിക്കാം. അതാണെങ്കിൽ കണ്ടോ, ഇത് ഉച്ചക്കത്തേക്കുള്ള. ഇനിയിപ്പം നാളെ പോയി മീൻ വാങ്ങണം. അയലക്കൊക്കെ എന്നാ, ഒരു അയിലക്കാണെങ്കിൽ ഞാൻ ആ മീൻകാരോട് ചോദിച്ചപ്പം പറയാം, വലിയ അയിലയാണ്, അതിന് 360 രൂപയെന്ന് 1 കിലോയ്ക്ക്. എന്നാൽ അയില വാങ്ങണമെന്ന്, എന്നിട്ട് വറക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടം അയില വറക്കുന്നത്. പക്ഷേ ഇത്രയും ഭയങ്കര വിലയായത് കാരണം വാങ്ങിച്ചില്ല. എന്തായാലും മത്തി പോയി വാങ്ങാം. മത്തി വേണം. മത്തി ഉണ്ടായിരുന്നല്ലോ, വേറെ എന്തെങ്കിലും വാങ്ങാം. അല്ലെങ്കിൽ നാളെ രാവിലെ ഇതുണ്ടല്ലോ, ചിക്കൻ്റെ കടയിൽ കയറി ചിക്കൻ വില കുറഞ്ഞു ചോദിക്കാം. കഴിഞ്ഞ ആഴ്ച ചോദിച്ചപ്പോഴത്തേക്ക് 139 രൂപയെന്ന് പറഞ്ഞു. ഇച്ചിരി വില കുറച്ചിട്ടുണ്ടെങ്കിലേ ഒരു ചിക്കൻ വാങ്ങാം. നാളെ പോയി പകുതി കറി വെക്കുകയും ചെയ്യാം, പകുതി വറുക്കുകയും ചെയ്യാം.
ഒരു മിനിറ്റ്, ഞാൻ ആ പൂച്ച വന്നിട്ടുണ്ടോ നോക്കട്ടെ. ഇല്ല ഒന്നും. ആ വന്നല്ലോ. അയ്യോ എവിടെ ഓടിക്കോർത്ത്? അയ്യോ വിശന്നിട്ടാ. ആണുണ്ടോ പാത്രം? ഇട്ട് തരാമേ. ബാക്കി എല്ലാവരും എന്തിടാ? എന്നാ എന്നാന്ന് അന്ന് നിങ്ങളുടെ അമ്മ ഉണ്ടായിട്ട് അമ്മയും വന്നു. ആദ്യം പാത്രത്തിനോട്ടോ ഓടുന്നത് ഇടണ്ട തിന്നാൻ വേണ്ടി. ഇപ്പം കൊടുത്തരാം. ഞാൻ കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിൽക്കും ചോറ് തരാം. പഴങ്കഞ്ഞി മത്തി വറുത്തത് കൂട്ടി കേട്ടോ. രണ്ടുപേരെന്തിടാ? അയ്യോ ഇറങ്ങിയ പാത്രത്തിന് അവിടെ നിൽക്കുക. വിശക്കുന്നതായിരിക്കും. രാത്രി ഇട്ട് കൊടുത്തതല്ലേ, ഇതോടെ മീൻ ഇട്ട് കൊടുത്തില്ല. കാര്യമൊന്നും വേണ്ട. ഞാൻ ഇപ്പോൾ കൊണ്ടുവന്നിട്ട് തരാം. കരയണ്ടേ. പെട്ടെന്ന് കഴിച്ചിലൂടെ ഇട്ട് കൊടുക്കാം. പച്ചവെള്ളം എടുക്കട്ടെ. അവിടെ വീണ്ടും താഴെപ്പോയി. നാളെ അപ്പം ചിക്കൻ കൂട്ടി ചിക്കൻ വറുത്തതും കറി വെച്ചതും കൂട്ടിയാ ഉച്ചക്കത്തെ. അത് മൊത്തം ഇതിനകത്ത് ഇട്ടേക്കാം. നല്ലോണം ഇളക്കട്ടെ. കോവയ്ക്ക ഇച്ചിരി പഴുത്തമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടോ ചെറുതായിട്ട് പഴുത്തതാണ്. 5-6 എടുത്ത് കളഞ്ഞ്. കോവയ്ക്ക പഴുത്തത് കാരണം അത് ഭയങ്കര നല്ലോണം പഴുത്തായിരുന്നു. ചിലത് ഇങ്ങനത്തെ ഈ ചെറുതായിട്ടേ പഴുപ്പുള്ളായിരുന്നു. 4 മാത്രമേ ഒട്ടും പഴുക്കാത്ത കിട്ടിയുള്ളൂ. ബാക്കിയൊക്കെ എടുത്ത് കളഞ്ഞ്. ഒരുപാട് പഴുത്തത്. ഞാൻ പെട്ടെന്ന് കഴിച്ചിട്ടേ പൂച്ചക്ക് കൊണ്ട് ഇട്ട് കൊടുക്കട്ടെ. എൻ്റെ പൂച്ചക്ക് ഇട്ട് കൊടുക്കുന്ന പഴകഞ്ഞി ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് എടുക്കുന്നുണ്ട് കേട്ടോ വീഡിയോ. അതുകൂടെ കാണണം. ഞാൻ കഴിച്ചു കഴിഞ്ഞു. പൂച്ചയ്ക്ക് വേണ്ടിയേ മീനിട്ട് പഴകഞ്ഞി ഒഴിച്ചെടുത്തു. വെള്ളം അങ്ങ് മാറ്റി കേട്ടോ. അതിങ്ങനെ കുഴഞ്ഞു പോയങ്ങ്. ഇച്ചിരി കഴിച്ചു നോക്കട്ടെ ഉപ്പൊക്കെ കൃത്യമാണോന്ന്. ഓക്കെ, ഇനി കൂടി ഇട്ട് കൊടുക്കട്ടെ. ആ പുറത്ത് ഭയങ്കര കാറില്ല. ആ ചെറിയ പൂച്ച ഏറ്റവും വലിയ കാറിൽ. ഇതേ ഞാൻ ആ പൂച്ചയ്ക്ക് കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് വേണ്ടേ. ഇപ്പം കഥ തുറക്കുമ്പോൾ ഭയങ്കര കാറിലുണ്ട്. അയ്യോ എന്തോ കറങ്ങി തിരിഞ്ഞോണ്ട് അങ്ങോട്ട് ഇറങ്ങ്. അയ്യോ അങ്ങോട്ട് ഇറങ്ങോ. ഇറങ്ങണമല്ല. എന്നാ ഒരു കാറില്ല. ഉണ്ട് കളിയുണ്ടോ? ഇറങ്ങി എല്ലാം ഇറങ്ങ്. എന്നാ കഴി വയർ വെച്ച് കഴി.
രണ്ടുപേരും തീ കഴിക്കാട്ടോ. പെട്ടെന്ന് കഴി. രണ്ടുപേരെന്തിടാ? ഇതിൻ്റെ മൂത്ത കൊച്ചും പിന്നെ നാട്ടെ അപ്പുറത്തെ വീട്ടിൽ ഒരെണ്ണമുണ്ട്. പെട്ടെന്ന് കഴിക്ക്. ഓക്കെ കഴിക്കാട്ടിക്ക് പെട്ടെന്ന് കഴി അല്ല. ഈ പാത്രം ഒന്ന് കഴുകണം. ആ പൂച്ചയുടെ പാത്രം ഒരുപാട് അഴുക്കാണ് ഇതിനകത്ത്. നാളെ കഴുകണം. കഴിക്കണം പെട്ടെന്ന്. അതിന് ചോറ് തല വീണിട്ടുണ്ട് കറുത്ത പൂച്ചയുടെ. എന്തായാലും എൻ്റെ വീഡിയോ ഇന്ന് നിർത്തി പോണേ. എല്ലാവരും മറക്കാതെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദം സെറ വ്ളോഗ്സ്.